കണ്ടുവോ നിങ്ങളീ പുണ്യഗേഹം കാനനഭംഗി തന്നടുവിൽ ചുറ്റും പൂമ്പാറ്റകൾ തുള്ളിക്കളിക്കുമിടം പുഴുക്കളായി അറിവിൻ വെളിച്ചം നേടാം മനസ്സിൻ ആഴങ്ങളിൽ ഉളിയിടാം കളിക്കുമിടം സ്വയം മാറി ചിന്തിച്ചിടാം നവസമൂഹ രചനയിൽ പങ്കാളിയാകാം ചുറ്റിലും അവസര കവാടങ്ങൾ മാത്രം കണ്ണുകൾ മെല്ലെ തുറന്നു വയ്ക്കൂ കണ്ടുവോ ഈ നീളൻ പാതയിൽ സഞ്ചാരിയായി ഒരു പൂവിൽ മറ്റൊന്നിലേക്കായി പൂമ്പാത്രകളെപ്പോൾ ഞാനും സഞ്ചരിപ്പൂ കണ്ടുവോ ഈ നീളൻ പാതയിൽ കണ്ടുവോ നിങ്ങളീ പുണ്യഗേഹം കാനനഭംഗി തന്നടുവിൽ ചുറ്റും പൂമ്പാറ്റകൾ കളിക്കുമിടം സാഹചര്യമുണ്ടെങ്കിൽ ഏത് മുക്തം ചെയ്യും അങ്ങനെ അധ്യാപക ജീവിതത്തിൽ ഞാൻ നല്ല തൃപ്തയാണ് സോഷ്യലി കമ്മിറ്റഡ് ആയത് ഞാൻ തഹസിൽദാരായതിനു ശേഷമാണ് അതിന് കുറച്ച് സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്
പിന്നെ സുമ ഒരു കാര്യം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും അപ്രീഷിയേറ്റീവ് ആയിരുന്നു. ചേച്ചിയിൽ TCI ഉണ്ടായിരുന്നു എന്ന് സുമ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായി മാറി. എന്തായാലും നല്ല ഒരു സാമ്യമുള്ള പുള്ളിയും ഈക്വലിയുള്ള ഒരാൾ തന്നെയാണ് സുമ എന്ന് മനസ്സിലാക്കാൻ കഴിയും. എനിക്കും ആ ഒരു അംഗീകാരം കിട്ടിയത് വളരെ ഗുണമായി. വലിയൊരു നന്ദി എല്ലാവരുടെയും വന്ന് പറയാതിരിക്കാനും പറ്റില്ല കേട്ടോ. ഒറ്റ മിനിറ്റൂടെ ശോഭന ടീച്ചർ ശോഭനമായിട്ട് സംസാരിച്ചപ്പോൾ എന്നിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു ചുറ്റുപാടിൽ നിന്നാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ആ വല്ലാത്തൊരു കനലുള്ള ഒരു വ്യക്തിയാണ്, വല്ലാത്ത കനലുള്ള വ്യക്തിയാണ്. അത് വല്ലാത്ത കനലാണ്. ആ കനല് ഒരു പക്ഷെ TCIക്ക് ജ്വലിപ്പിക്കാൻ സാധിച്ചില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വല്ലാത്തൊരു കനലാണ്. അത് കഥ നിങ്ങൾക്കറിയാമായിരിക്കും. അറിയില്ലാത്തൊരു വല്ലാത്തൊരു കഥ തന്നെയാണ്. ഏതോ ഒരു ടിവിയിൽ മൊബൈലിൽ വരുന്ന പ്രോഗ്രാം, യൂട്യൂബിൽ വരുന്ന അതൊരു വല്ലാത്ത കഥയെന്ന് ഹെഡിങ്ങിലുള്ള ഒരു കഥയുണ്ട്. അല്ല, വല്ലാത്ത കഥ അങ്ങനെ ഒരെണ്ണം എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത കഥയായത് പല ഇതിൽ നിന്നും പോയിട്ട് പഠിക്കാൻ ജീവിതത്തിൽ സാധിക്കാതെ വന്നതിന്റെ ത്വര ഇന്നും അടങ്ങി കടന്നുപോയ എല്ലാം ഇദ്ദേഹം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചെയ്തു എന്ന് പറയുന്നില്ല. അവരെ കണക്ക് എഴുതി വെച്ചു, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കി. ഒരു കൂട്ടായ്മയുടെ വിജയം കൊയ്യാനാണ് കഴിഞ്ഞിരിക്കുന്നത്. ഈ സ്ഥിരോത്സാഹം നിലനിൽക്കാൻ കഴിഞ്ഞിട്ട് പോലും എനിക്ക് മുമ്പിട്ടിട്ട് പോലും ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞത് സാറിന്റെ തീക്ഷ്ണതയാണ് കാണിക്കുന്നത്. പക്ഷെ അതോടൊപ്പം എനിക്കൊരു ചിന്തയുണ്ട്, സാറിന്റെ സർവീസ് കംപ്ലീറ്റ് ആക്കുന്നില്ല. നമുക്ക് സാറിനെ ഈ ലോകത്തിന് ഇനിയും വേണം. അതായത് 56 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർ ചെയ്തേ പറ്റൂ. ഈ 4 കൊല്ലം ആണോ 3 കൊല്ലം, ഈ 3 കൊല്ലം കഴിഞ്ഞാൽ സർവീസിന്റെ ഇരട്ടിയാക്കണം. KGM LP സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായ ജോഷി മാസ്റ്റർക്ക് സ്നേഹാദരവ്. TCI യാത്ര ആരംഭിക്കുന്നത് കൊണ്ടും കൊടുത്തുമാണ്. വലതുകൈ കൊടുക്കുന്നു, ഇടതുകൈ സ്വീകരിക്കുന്നു. യാത്രയിൽ നമ്മൾ ഒന്നിച്ചാണ്. നമ്മൾ യാത്ര തുടങ്ങുകയായി. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. ഇനി ഒരു സ്റ്റെപ്പും കൂടി മറ്റേ കാൽ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ എന്തു തോന്നുന്നു? നമ്മൾ കൂടുതൽ അടുത്തു. നമ്മളിപ്പോൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാം. 1000 മൈലുകളുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു ചുവടുവെപ്പ് കൊണ്ട് തന്നെയാണല്ലോ. നമ്മുടെ TCI യാത്ര ഇനി ഒന്നിച്ചു തുടരാം. കാലങ്ങളോളം ഒരുമിച്ച് ചുവടുകൾ വെച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ നവസമൂഹ രചനയ്ക്കായി നമ്മളെ തന്നെ മാറ്റിക്കൊണ്ട്, മാറ്റം നമ്മിൽ ആരംഭിച്ചുകൊണ്ട്, അങ്ങനെ ഈ മാറ്റം ലോകം മുഴുവൻ പടർത്തിക്കൊണ്ട് നമ്മളിതാ ഒരു യാത്ര ആരംഭിക്കുന്നു. കൂട്ടുകാരെ, നമ്മൾ തുടങ്ങുകയല്ലേ യാത്ര. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ്, കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമാണ്. ഇതിൽ 55 വയസ്സ് മുതൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. അവർ പരസ്പരം അവരുടെ അറിവുകൾ പങ്കുവയ്ക്കുന്നു, ഒന്നിച്ചു കൂടുന്നു, ഭക്ഷണം കഴിക്കുന്നു, ടൂറുകൾ പോകുന്നു, പലവിധ കോഴ്സുകൾ പഠിക്കുന്നു.
ലീഡർഷിപ്പ് കോഴ്സ് പഠിക്കുന്നു, TCI ബേസിക് കോഴ്സ് പഠിക്കുന്നു, TCI അഡ്വാൻസ് കോഴ്സ് പഠിക്കുന്നു. അരുണാചൽ പ്രദേശ്. ഇനിയും ചെയ്യാനേറെ ബാക്കിയുണ്ട്. ഞാൻ പാടാൻ വന്ന പാട്ട് ഇനിയും പാടിയിട്ടില്ല എന്ന് ഓരോ വ്യക്തിയും പറയുന്നു. കൂടുതൽ നല്ലതിലേക്ക്, കൂടുതൽ മെച്ചപ്പെട്ടതിലേക്ക് ഒരു ചുവടുകൂടി മുന്നിലേക്ക് വയ്ക്കുന്നു. ഇവിടെ നടക്കുന്നത് TCI ഇൻട്രൊഡക്ടറി കോഴ്സ് 6th വർക്ക്ഷോപ്പാണ്. 6 മാസം ദൈർഘ്യമുള്ള ഈ കോഴ്സിന് 6 സെഷനുകളാണുള്ളത്. ഓരോ സെഷനുകളിലും 3 ദിവസങ്ങൾ വീതം, ആകെ 18 ദിവസം. 6ാമത്തെ സെഷന് ഒരു തീസീസ് സമർപ്പിക്കണം, പേഴ്സണൽ തീസീസ്. അതിനുള്ള ട്രെയിനിങ് ആണ് ഈ അവസാനത്തെ ക്ലാസ്സിൽ ഈ LP സ്കൂളിൽ വെച്ച് നടത്തുന്നത്. ഈ LP സ്കൂൾ ഈ TCI ക്ലാസിൻ്റെ സമാപനത്തിന് ഒരു വേദിയായി മാറുകയായിരുന്നു. ഈ സ്കൂൾ TCI പഠിതാക്കളുടെ ഏറ്റവും വലിയൊരു വേദിയായി മാറും തീർച്ച. ഈ വീഡിയോ ഡോക്ടർ C. തോമസ് അബ്രഹാം സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന 6ാമത്തെ ശില്പശാല, TCI ഇൻട്രൊഡക്ടറി കോഴ്സിൻ്റെ 6ാമത്തെ ശില്പശാല, അതിലെ 1ാം ദിവസം. താങ്ക് യു.